ദില്ലിയിലെ CPIM ആസ്ഥാനത്തിന് നേരെ ആക്രമണം. പാകിസ്ഥാൻ വിരുദ്ധ മുദ്രാവാക്യങ്ങൾ മുഴക്കിയെത്തിയവർ പാർട്ടി ആസ്ഥാനത്തിന് മുൻപിലെ ബോർഡിൽ കരിയോയിൽ ഒഴിച്ചു. പാക് വിരുദ്ധ മുദ്രാവാക്യങ്ങൾ ബോർഡിൽ എഴുതുകയും ചെയ്തു. RSS ആണ് ആക്രമണത്തിന് പിന്നിലെന്ന് CPM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി പറഞ്ഞു. വളരെ ആസൂത്രിതമായിട്ടായിരുന്നു CPIM ആസ്ഥാനത്തിന് നേരെ ഒരു സംഘം ആളുകൾ ആക്രമണം നടത്തിയത്. പാക് വിരുദ്ധ മുദ്രാവാക്യങ്ങൾ മുഴക്കിയെത്തിയവർ പാകിസ്ഥാനിലേക്ക് പോവുക എന്നെഴുതിയ ബോർഡുകൾ സ്ഥാപിച്ചു. പാർട്ടി ആസ്ഥാനത്തെ ബോർഡിൽ കരിയോയിൽ കൊണ്ട് പാക് വിരുദ്ധ മുദ്രാവാക്യങ്ങളും എഴുതി. ആക്രമണം നടത്തിയവർ ചില സ്വകാര്യ ചാനലുകളെ നേരത്തെ വിളിച്ചറിയിച്ച് സജ്ജമാക്കി നിർത്തിയിരുന്നു. ആക്രമണത്തെ CPIM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി അപലപിച്ചു. RSS ആണ് ആക്രമണത്തിന് പിന്നിലെന്ന് അദ്ദേഹം പറഞ്ഞു. രാജ്യത്തെ ഫാസിസ്റ്റ് ഹിന്ദു രാഷ്ട്രമാക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത്. രാഷ്ട്രീയപരമായും ജനാധിപത്യപരമായും നേരിടും. അതോടൊപ്പം ആക്രമണം തുടരുകയാണെങ്കിൽ അതേ രീതിയിൽ നേരിടാൻ പാർട്ടി സജ്ജമാണെന്നും യെച്ചൂരി പറഞ്ഞു. And we think that this is clearly the act of people affiliated to the RSS. So we will answer them politically, democratically, and if they attack us, then we are prepared to defend ourselves. ആക്രമണം നടത്തിയവരിൽ ഒരാളെ AKG ഭവൻ ജീവനക്കാരും നാട്ടുകാരും പിടികൂടി പോലീസിനെ ഏൽപ്പിച്ചു. ബാക്കിയുള്ളവർ ഓടി രക്ഷപ്പെട്ടു. ദില്ലി പോലീസ് സ്ഥലത്തെത്തി സുരക്ഷ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ദൃക്സാക്ഷികളിൽ നിന്ന് വിവരങ്ങൾ ശേഖരിച്ചു. പക്ഷേ രക്ഷപ്പെട്ട ആരെയും പിടികൂടിയിട്ടില്ല. സംഘപരിവാർ സംഘടനകളുടെ അസഹിഷ്ണുത CPM ആസ്ഥാനത്തേക്കും പടരുന്നതിനാണ് രാജ്യം സാക്ഷ്യം വഹിച്ചിരിക്കുന്നത്. ജനാധിപത്യവാദികളുടെ കടുത്ത പ്രതിഷേധത്തിന് തന്നെ സംഭവം ഇടയാക്കിയിരിക്കുന്നു. ദില്ലി AKG ഭവനിൽ മുന്നിൽ നിന്നും ക്യാമറാമാൻ രാജീവ് കർണാടിക്കും റിപ്പോർട്ടർ മനുശങ്കറിനുമൊപ്പം സന്തോഷ് സർലിംഗ്. രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ നിരവധി പ്രമുഖർ സംഭവത്തെ അപലപിച്ചു. ഫൈസറിന്റെ മരണത്തിന് അഫ്സലിന്റെ മരണത്തെ നാം ആചരിച്ചു. അതിൽ ഇടതുപക്ഷ സംഘടനകളൊക്കെ ആരും ബന്ധവുമില്ല. പക്ഷെ അത് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഇടതുപക്ഷത്തെ ആകെ ടാർഗറ്റ് ചെയ്യാനുള്ള പരിശ്രമം, ആ പരിശ്രമങ്ങളെ ശക്തമായിട്ട് ചെറുക്കിയിടുന്നതുമല്ല തെളിവുകൾ വെച്ച് തുറന്നു കാണിക്കുക, അതിനെ തകർക്കുക, അതിന്റെ സ്ഥാപനങ്ങളെയും അതിന്റെ ചിഹ്നങ്ങളെയും അടയാളങ്ങളെയും അനപ്പെടുത്തുക, കളങ്കപ്പെടുത്തുക, കരിയോയിലെടുക്കുക എന്നൊക്കെ പറയുമ്പോൾ ഇന്ത്യൻ മതേതരത്വത്തിന്റെ അവസാനത്തെ പ്രതീക്ഷയെയും കൂടി അതിനെ കരിയോയിൽ മുക്കിക്കൊല്ലുക എന്നതാണ്. അത് തീർച്ചയായും വളരെ വളരെ ഗൗരവത്തോടെ കാണേണ്ട പ്രശ്നമാണ്. ഇത് തങ്ങൾക്ക് എതിരായിട്ട് ആരെങ്കിലും പറഞ്ഞാൽ, അവരുടെ നാവ് ചലിപ്പിച്ചാൽ, വിരൽ ചലിപ്പിച്ചാൽ, ആരെങ്കിലും എഴുതിയാൽ, ആരെങ്കിലും ശബ്ദിച്ചാൽ അവരെ എല്ലാം കൈകാര്യം ചെയ്യുക എന്നുള്ള നിലയിലേക്കാണ് കാര്യങ്ങൾ എത്തുന്നത്. ദില്ലി JNU വിദ്യാർത്ഥികളുടെ അറസ്റ്റിൽ പ്രതിഷേധിച്ച് വിദ്യാർത്ഥികൾ മനുഷ്യച്ചങ്ങല തീർത്തു. അറസ്റ്റ് ചെയ്ത വിദ്യാർത്ഥികളെ വിട്ടയക്കണമെന്നാവശ്യപ്പെട്ട ആയിരക്കണക്കിന് വിദ്യാർത്ഥികളും അധ്യാപകരും മനുഷ്യച്ചങ്ങലയിൽ അണിനിരന്നു. അതേസമയം പ്രതിഷേധം നടത്തിയ വിദ്യാർത്ഥികൾക്ക് ലഷ്കർ-ഇ-തയ്യിബ ബന്ധമുണ്ടെന്ന വിവാദ പ്രസ്താവനയുമായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി രാജ്നാഥ് സിംഗ് രംഗത്തെത്തി. ദില്ലി ജവഹർലാൽ നെഹ്റു സർവകലാശാലയിൽ ആയിരക്കണക്കിന് വിദ്യാർത്ഥികളും അധ്യാപകരും ചേർന്നാണ് മനുഷ്യച്ചങ്ങല തീർത്തത്. അറസ്റ്റ് ചെയ്ത വിദ്യാർത്ഥികളെ വിട്ടയക്കണമെന്ന് ആവശ്യപ്പെട്ടായിരുന്നു പ്രതിഷേധം. അതേസമയം പ്രതിഷേധം നടത്തിയ വിദ്യാർത്ഥികൾക്കെതിരെ ഗുരുതര ആരോപണവുമായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി രംഗത്തെത്തി. JNUവിലെ പ്രതിഷേധ പരിപാടികൾക്ക് ലഷ്കർ-ഇ-തയ്യിബയുടെ പിന്തുണയുണ്ടെന്നായിരുന്നു കേന്ദ്ര ആഭ്യന്തരമന്ത്രി രാജ്നാഥ് സിംഗിന്റെ പ്രസ്താവന. ലഷ്കർ-ഇ തലവൻ ഹാഫിസ് സയ്യിദിന്റെ പിന്തുണയിലാണ് രാഷ്ട്രീയ നേതാക്കളടക്കം പങ്കെടുത്ത പ്രതിഷേധ പരിപാടി നടന്നതെന്നും രാജ്നാഥ് സിംഗ് പറഞ്ഞു. കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുടെ പ്രസ്താവനയ്ക്കെതിരെ JNUവിലെ അധ്യാപകരെ രംഗത്തെത്തി. കേന്ദ്ര സർക്കാർ നിലപാടിൽ പ്രതിഷേധിച്ച് സാമൂഹിക തലങ്ങളിലെ പ്രമുഖർ ചേർന്ന് ദില്ലി ജന്തർ മന്ദിറിലും പ്രതിഷേധ പരിപാടി നടത്തി. ഇതിനിടയിൽ സംഭവത്തെക്കുറിച്ച് കേന്ദ്ര തീവ്രവാദ വിരുദ്ധ സേന അന്വേഷിക്കണമെന്ന് ദില്ലി പോലീസിന്റെ ആവശ്യം കേന്ദ്ര സർക്കാർ അംഗീകരിക്കുമെന്ന് ഉറപ്പായി. നാളെ മുതൽ പഠിപ്പ് മുടക്ക് സമരം നടത്താനാണ് JNU വിദ്യാർത്ഥികളുടെ തീരുമാനം. അധ്യാപകരും ക്ലാസുകൾ ബഹിഷ്കരിക്കും. ന്യൂസ് ബ്യൂറോ, ദില്ലി. ഷാറൂഖ് ഖാന്റെ കാറിനു നേരെ സംഘപരിവാർ സംഘടനകളുടെ ആക്രമണം. അഹമ്മദാബാദിൽ ഷൂട്ടിങ്ങിനെത്തിയ ഷാറൂഖ് ഖാന്റെ കാറിനു നേരെ ജയ് ശ്രീറാം വിളിച്ചെത്തിയവർ കല്ലുകൾ എറിയുകയായിരുന്നു. റൈസ് എന്ന ചിത്രത്തിന്റെ ഷൂട്ടിങ്ങിനെത്തിയതായിരുന്നു ഷാറൂഖ്. താമസിച്ചിരുന്ന ഹോട്ടലിന് പുറത്ത് നിർത്തിയിട്ടിരുന്ന കാറിനു നേരെയാണ് ആക്രമണമുണ്ടായത്. ഷാറൂഖ് സുരക്ഷിതനാണെന്ന് പോലീസ് പറഞ്ഞു. മുംബൈയിൽ വൻ തീപിടുത്തം. മേക്ക് ഇൻ ഇന്ത്യയുമായി ബന്ധപ്പെട്ട സാംസ്കാരിക പരിപാടിക്കിടെയാണ് തീപിടുത്തമുണ്ടായത്. സ്റ്റേജ് പൂർണ്ണമായും കത്തിനശിച്ചു. അമിതാഭ് ബച്ചൻ വേദിയിൽ പരിപാടി അവതരിപ്പിച്ചതിന് തൊട്ടു പിന്നാലെയായിരുന്നു അപകടം. ആളപായം റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഷോർട്ട് സർക്യൂട്ടാണ് അപകട കാരണം എന്നാണ് പ്രാഥമിക നിഗമനം. P. ജയരാജനെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റാനുള്ള ഉത്തരവ് മരവിപ്പിച്ചു. കണ്ണൂർ സെൻട്രൽ ജയിൽ സൂപ്രണ്ടാണ് ഉത്തരവ് മരവിപ്പിച്ചത്. CPIM നേതാവ് P. ജയരാജനെ പരിയാരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിന്നും എത്രയും പെട്ടെന്ന് മാറ്റാനുള്ള നീക്കം കോൺഗ്രസിന്റെ ഉന്നത തലങ്ങളിൽ നിന്നും നടക്കുന്നുവെന്നാണ് സൂചനകൾ വ്യക്തമാക്കുന്നത്.
ജയിൽ DGP ഋഷിരാജ് സിംഗിന്റെ നിർദ്ദേശമുണ്ടെന്ന പേരിൽ ജയിൽ ഹെഡ്ക്വാർട്ടേഴ്സ് IG H ഗോപകുമാറും തിരുവനന്തപുരം സെൻട്രൽ ജയിൽ സൂപ്രണ്ട് AG സുരേഷും കണ്ണൂർ സെൻട്രൽ ജയിൽ സൂപ്രണ്ടിനുമേൽ P ജയരാജനെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുന്നതിൽ നിന്നും പിന്തിരിപ്പിക്കാൻ സമ്മർദ്ദം ചെലുത്തിയതായും സൂചനയുണ്ട്. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയുമായി അടുത്ത ബന്ധം പുലർത്തുന്നയാളാണ് AG സുരേഷ്. P ജയരാജനെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുന്നത് തടയുന്നതിന്റെ ഭാഗമായാണ് മേഖലാ DIG ശിവദാസ് K തൈപ്പറമ്പിൽ ജയിലിൽ നേരിട്ടെത്തിയതും ജയരാജനെ ഹോസ്പിറ്റലിൽ പ്രവേശിപ്പിക്കാനുള്ള കാരണങ്ങൾ തിരക്കിയതും. P ജയരാജന്റെ നില അതീവ ഗുരുതരമാണെന്നും സംഘർഷങ്ങളും മാനസിക സമ്മർദ്ദങ്ങളും ആരോഗ്യനിലയെ ബാധിക്കുമെന്നുമുള്ള ഡോക്ടർമാരുടെ നിർദ്ദേശം കണക്കിലെടുത്ത് ഗുരുതരാവസ്ഥയിലുള്ള ഒരാളെ ജയിലിൽ പാർപ്പിക്കാനാവില്ലെന്ന തീരുമാനത്തിലെത്തുകയായിരുന്നു ജയിൽ സൂപ്രണ്ട്. ഉടൻ CBI പരിയാരം മെഡിക്കൽ കോളേജ് കാർഡിയോളജിസ്റ്റിന് നോട്ടീസ് നൽകുകയും ആരോഗ്യനില സംബന്ധിച്ച റിപ്പോർട്ട് സഹിതം തിങ്കളാഴ്ച CBI അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മുന്നിൽ ഹാജരാവാനും നിർദ്ദേശം നൽകി. അതേസമയം ജയിൽ സൂപ്രണ്ടും ആരോഗ്യനില സംബന്ധിച്ച റിപ്പോർട്ട് ആവശ്യപ്പെട്ടിരുന്നു. P ജയരാജനെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റാനുള്ള ശ്രമം നടക്കുന്നുവെന്ന വാർത്തകൾ യാഥാർത്ഥ്യമാക്കും വിധമായിരുന്നു അധികൃതരുടെ ഇടപെടലുകളും. ആരോഗ്യനിലയിൽ ഇപ്പോൾ കുഴപ്പമില്ലെന്നും എന്നാൽ ഏത് സമയവും എന്തും സംഭവിക്കാമെന്നുമുള്ള റിപ്പോർട്ടാണ് മെഡിക്കൽ കോളേജ് കാർഡിയോളജിസ്റ്റ് SM അഷ്റഫ് സൂപ്രണ്ടിന് നൽകിയത്. 24 മണിക്കൂർ മാത്രമേ സഹകരണ ആശുപത്രിയിൽ ചികിത്സിക്കാൻ നിയമം അനുവദിക്കുകയുള്ളൂ എന്ന കാരണം പറഞ്ഞ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കാനുള്ള ഉത്തരവുമായി ജയിൽ ഉദ്യോഗസ്ഥർ പരിയാരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് പുറപ്പെട്ട സമയമാണ് ഉത്തരവ് റദ്ദ് ചെയ്യാൻ ആഭ്യന്തര വകുപ്പിൽ നിന്നും നിർദ്ദേശമുണ്ടായത്. RSS കോൺഗ്രസ് നേതൃത്വങ്ങൾ CBIയിലും ഭരണതലത്തിലും നടത്തുന്ന ഇടപെടലുകളുടെ നേർസാക്ഷ്യമാവുകയാണ് P ജയരാജന് നേരെയുള്ള ഇത്തരം നടപടിക്രമങ്ങൾ. P വിജോഷില, ന്യൂസ് ബ്യൂറോ, കണ്ണൂർ. ONVക്ക് ആദരമർപ്പിച്ച നാളെ നിയമസഭാ നടപടിക്രമങ്ങളില്ലാതെ പിരിയും. 11:30 ചേരുന്ന സഭ ONVക്ക് ആദരമർപ്പിച്ച മറ്റ് നടപടിക്രമങ്ങളിലേക്ക് കടക്കാതെയാണ് പിരിയുക. പിണറായി വിജയൻ നയിക്കുന്ന നവകേരള മാർച്ച് മഹാറാലിയോടെ നാളെ ശംഖുമുഖത്ത് സമാപിക്കും. മലയാളികളുടെ പ്രിയ കവി ONVക്ക് ആദരാഞ്ജലി അർപ്പിച്ചാണ് മാർച്ചിന്റെ സമാപനം നാളത്തേക്ക് മാറ്റിയത്. സമൂഹത്തിന്റെ വിവിധ തുറകളിൽപ്പെട്ടവരുമായി നടത്താനിരുന്ന കൂടിക്കാഴ്ചയും മാറ്റിയിട്ടുണ്ട്. CPIM പോളിറ്റ് ബ്യൂറോ അംഗം പിണറായി വിജയൻ നയിക്കുന്ന നവകേരള മാർച്ച് മഹാറാലിയോടെ നാളെ വൈകിട്ടാണ് ശംഖുമുഖത്ത് സമാപിക്കുക. മലയാളികളുടെ പ്രിയകവി ONVയുടെ നിര്യാണത്തെ തുടർന്നാണ് ഇന്ന് നിശ്ചയിച്ചിരുന്ന മാർച്ച് മാറ്റിയത്. മാർച്ചിന്റെ സംഘാടക സമിതി ചെയർമാൻ കൂടിയായിരുന്നു ONV. ആരോഗ്യസ്ഥിതി അനുവദിക്കുകയാണെങ്കിൽ സമാപന റാലിയിൽ പങ്കെടുക്കുമെന്ന് ONV അറിയിച്ചിരുന്നതായി CPIM തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി കടകംപള്ളി സുരേന്ദ്രൻ ഓർത്തു. മാർച്ചിന്റെ സമാപന റാലിയിൽ ആരോഗ്യം അല്പമെങ്കിലും അനുവദിക്കുമെങ്കിൽ പങ്കെടുക്കണമെന്ന് സാർ ആഗ്രഹവും പ്രകടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. സാറിൻ്റെ നിര്യാണം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വല്ലാത്തൊരു ശൂന്യതയും അതിനേക്കാൾ ഏറെ വേദനയുമാണ് സമ്മാനിച്ചിട്ടുള്ളത്. ആദരസൂചകമായി ശംഖുമുഖത്ത് നടത്താൻ നിശ്ചയിച്ചിരുന്നതായിട്ടുള്ള നവകേരള മാർച്ചിൻ്റെ സമാപന റാലി മാറ്റിവെക്കുകയാണ്. സമൂഹത്തിന്റെ വിവിധ തുറകളിൽപ്പെട്ടവരുമായി ഇന്ന് നടത്താനിരുന്ന കൂടിക്കാഴ്ചയും ഇതേ തുടർന്ന് മാറ്റി. ജനുവരി 15-ന് കാസർഗോഡ് ഉപ്പളയിൽ നിന്നുമാണ് മാർച്ച് ആരംഭിച്ചത്. 116 കേന്ദ്രങ്ങളിൽ സ്വീകരണം ലഭിച്ചാണ് മാർച്ച് തിരുവനന്തപുരത്തെത്തിയത്. പുതിയ കേരളം സൃഷ്ടിക്കാനുള്ള ആഹ്വാനവുമായി നടത്തുന്ന നവകേരള മാർച്ച് 3 ലക്ഷത്തിലധികം പേരുടെ മഹാറാലിയോടെയാകും ശംഖുമുഖത്ത് സമാപിക്കുക. CPIM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. സുനന്ദ പുഷ്കറിന്റെ മരണവുമായി ബന്ധപ്പെട്ട് ശശി തരൂരിനെ വീണ്ടും ചോദ്യം ചെയ്തു. ദില്ലി പോലീസിന്റെ പ്രത്യേക അന്വേഷണ സംഘമാണ് 5 മണിക്കൂറോളം തരൂരിനെ ചോദ്യം ചെയ്തത്. ശശി തരൂരിനെ നുണപരിശോധനയ്ക്ക് വിധേയനാക്കാൻ ദില്ലി പോലീസ് നടപടി തുടങ്ങി. അന്വേഷണത്തിൽ അന്തിമ റിപ്പോർട്ട് ഈ മാസം 28-ന് നൽകും എന്നാണ് സൂചന. അഭിഭാഷകനൊപ്പമെത്തിയ ശശി തരൂരിനെ ദില്ലി പോലീസിന്റെ പ്രത്യേക അന്വേഷണ സംഘം 5 മണിക്കൂറോളമാണ് ചോദ്യം ചെയ്തത്. സുനന്ദയ്ക്ക് ലൂപ്പസ് രോഗമുണ്ടെന്ന് വരുത്തി തീർക്കാൻ തരൂർ എയിംസിലെ ഡോക്ടർമാർക്ക് അയച്ച കത്ത് വിവാദമായതിന് പിന്നാലെയായിരുന്നു പോലീസിന്റെ ചോദ്യം ചെയ്യൽ. അൽപ്രാക്സ് ഗുളിക അമിതമായി കഴിച്ചതാണ് സുനന്ദയുടെ മരണകാരണമെന്ന് വിദേശ ലബോറട്ടറി പരിശോധനയിൽ വ്യക്തമായിരുന്നു. എത്ര നാളുകളായി സുനന്ദ അൽപ്രാക്സ് ഗുളികകൾ കഴിച്ചിരുന്നെന്നും ആരാണ് ഇത് നൽകാറുള്ളതെന്നും ശശി തരൂരിനോട് പോലീസ് ചോദിച്ചു. മരണസമയത്തെ സുനന്ദയുടെ ശരീരത്തിലെ മുറിവുകൾ എങ്ങനെയുണ്ടായി എന്നാണ് പോലീസ് സംശയിക്കുന്നത്. നിരന്തരം ഇരുവരും തമ്മിൽ കലഹം നടക്കാറുണ്ടെന്ന സഹായികളുടെ മൊഴി സംബന്ധിച്ചും തരൂരിനോട് പോലീസ് വിശദീകരണം തേടി. മരണത്തിന് തൊട്ടു മുമ്പുള്ള ദിവസങ്ങളിൽ തരൂരും സുനന്ദയും തമ്മിലുണ്ടായ വഴക്കിനെക്കുറിച്ചും തരൂരിൽ നിന്ന് മൊഴിയെടുത്തു. IPL ഓഹരി ഇടപാടിലെ വിശദാംശങ്ങളും ചോദിച്ചറിഞ്ഞു. എന്നാൽ സുനന്ദയുടേത് ആത്മഹത്യയാണെന്നും ആത്മഹത്യയ്ക്ക് തരൂരും സഹായികളും പ്രേരിപ്പിച്ചിട്ടുണ്ടോ എന്നറിയാനാണ് ചോദ്യം ചെയ്യലെന്നും സൂചനകളുണ്ട്. കൂടാതെ തരൂരിനെ നുണപരിശോധനയ്ക്ക് വിധേയനാക്കാനുള്ള നടപടിക്രമങ്ങളും പോലീസ് ആരംഭിച്ചു. ഇതിനായി കോടതി അനുമതി തേടാൻ ദില്ലി പോലീസ് തീരുമാനിച്ചു. ഈ മാസം 28-ന് അന്വേഷണത്തിന്റെ അന്തിമ റിപ്പോർട്ട് നൽകിയേക്കും. ന്യൂസ് ബ്യൂറോ,
ദില്ലി. മലയാളത്തിന്റെ പ്രിയ കവിയും ഗാനരചയിതാവുമായ ONV കുറുപ്പിന്റെ മൃതദേഹം VJT ഹാളിലെ പൊതുദർശനത്തിന് ശേഷം വഴുതക്കാട്ടെ വസതിയായ ഇന്ത്യവരത്തിലെത്തിച്ചു. പ്രിയ കവിയെ ഒരു നോക്ക് കാണാൻ ആയിരങ്ങളാണ് ഇരു കേന്ദ്രങ്ങളിലും എത്തിയത്. ഇവരോടൊപ്പം സാംസ്കാരിക, സാമൂഹിക, രാഷ്ട്രീയ രംഗത്തെ നിരവധി പേരും ആദരാഞ്ജലികൾ അർപ്പിച്ചു. മൃതദേഹം നാളെ രാവിലെ 10 മണിക്ക് സർക്കാരിന്റെ പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെ തൈക്കാട് ശാന്തി കവാടത്തിൽ സംസ്കരിക്കും. കഴിഞ്ഞ ദിവസം അന്തരിച്ച മലയാളത്തിന്റെ പ്രിയ കവി ONVക്ക് ആദരാഞ്ജലികൾ അർപ്പിക്കാൻ പുലർച്ചെ മുതൽക്ക് തന്നെ വസതിയായ ഇന്ത്യവരത്തിലേക്ക് ജനപ്രവാഹമായിരുന്നു. പ്രതിപക്ഷ നേതാവ് VS അച്യുതാനന്ദൻ, CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ, പന്ന്യൻ രവീന്ദ്രൻ, വിഷ്ണുനാരായണൻ നമ്പൂതിരി, മധുപാൽ തുടങ്ങി ഒട്ടേറെ പ്രമുഖർ വസതിയിലെത്തി ONVക്ക് അന്ത്യാഞ്ജലി അർപ്പിച്ചു. തുടർന്ന് 11 മണിയോടെ ONVയുടെ മൃതദേഹം പൊതുദർശനത്തിനായി VJT ഹാളിലേക്ക് മാറ്റി. വൻ ജനാവലിയാണ് VJT ഹാളിൽ ONVക്ക് വിടചൊല്ലാൻ കാത്തുനിന്നിരുന്നത്. സംവിധായകൻ അടൂർ ഗോപാലകൃഷ്ണൻ, പെരുമ്പടവൻ ശ്രീധരൻ, പ്രൊഫസർ V മധുസൂദനൻ നായർ, MG ശ്രീകുമാർ, മഞ്ജു വാര്യർ തുടങ്ങി കലാ, സാഹിത്യ, സാംസ്കാരിക, സാമൂഹ്യ, രാഷ്ട്രീയ രംഗങ്ങളിലെ പ്രമുഖർ VJT ഹാളിലെത്തി ONVക്ക് അന്തിമോപചാരം അർപ്പിച്ചു. കൈരളി TVക്ക് വേണ്ടി മാനേജിംഗ് ഡയറക്ടർ ജോൺ ബ്രിട്ടാസ് ആദരാഞ്ജലി അർപ്പിച്ചു. VJT ഹാളിലെ പൊതുദർശനത്തിന് ശേഷം മൃതദേഹം വിലാപയാത്രയായി വഴുതക്കാട്ടെ വസതിയായ ഇന്ത്യവരത്തിലേക്ക് കൊണ്ടുപോയി. നാളെ രാവിലെ 10 മണിക്ക് തൈക്കാട് ശാന്തി കവാടത്തിലാണ് ONVയുടെ സംസ്കാര ചടങ്ങുകൾ നടക്കുക. സംസ്ഥാന സർക്കാരിന്റെ പൂർണ്ണ ഔദ്യോഗിക ബഹുമതിയോടെയാണ് സംസ്കാരം. ചടങ്ങിന് മുന്നോടിയായി 84 ഗായകർ ചേർന്ന് ONVക്ക് പ്രണാമമർപ്പിച്ച ഗാനാർച്ചനയും നടത്തും. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. പൊന്നരിവാളമ്പിളിയിൽ കണ്ണെറിയുന്നോളെ എന്ന് ജനഹൃദയങ്ങൾ ഏറ്റുപാടിയ മറക്കാത്ത വരികൾക്ക് ONV തൂലികയെടുത്തത് ചവറ നമ്പ്യാടിക്കലിലെ വീടിന് സമീപത്തുള്ള അടിച്ചൂട്ടിലാണ്. മലയാളക്കരയിൽ പടർന്നു പിടിച്ച പല നാടക ഗാനങ്ങളും പിറവിയെടുത്തതും ഇവിടെ നിന്നായിരുന്നു. വൈദ്യനായ പിതാവ് ONV കൃഷ്ണക്കുറുപ്പ് ചികിത്സയ്ക്കും സംസ്കൃത ഗ്രന്ഥങ്ങൾ സംഭരിക്കാനുമാണ് വീടിന് സമീപത്തായി പഴയ കാലഘട്ടത്തിലെ അടിച്ചൂട്ട് നിർമ്മിച്ചത്. ONV രചന തുടങ്ങിയതോടെ അടിച്ചൂട്ട് അദ്ദേഹത്തിന്റെ എഴുത്തുപുരയായി മാറി. അടിച്ചൂട്ട് നിന്ന പുരയിടത്തിൽ ONVക്ക് പ്രിയങ്കരമായ എല്ലാം ഉണ്ടായിരുന്നു. നെല്ലിമരവും പാലമരവും ആഞ്ഞിലിയും ഇപ്പോഴും അടിച്ചൂട്ടിന്റെ പരിസരത്തുണ്ട്. കമ്മ്യൂണിസ്റ്റ് നേതാവായിരുന്ന MN ഗോവിന്ദൻ നായർ ONVയോടൊപ്പം ഒളിവിൽ കഴിഞ്ഞതും ഇവിടെയാണ്. ദൂരേക്ക് പറന്നു പോകുന്ന പക്ഷികൾ അവസാനം കഴിയുമ്പോൾ കൂടണയുന്നത് പോലൊരു അനുഭവം അമ്മാവൻ തന്നെ കവിതയിലൂടെ പറഞ്ഞിട്ടുള്ളത്. സ്വന്തം വീട്ടിൽ തിരിച്ചെത്തുമ്പോൾ ആ ഒരു പക്ഷിയുടെ സന്തോഷം പോലെ തന്നെ. പകൽ സമയത്ത് അഷ്ടമുടിക്കായലിൽ കെട്ടുവള്ളത്തിൽ തുഴഞ്ഞു നടന്നതിന് ശേഷം രാത്രിയാണ് അടിച്ചൂട്ടിൽ വരുന്നത്. ദേവരാജൻ മാസ്റ്ററും ഒപ്പമുണ്ടാകും. അത്തരമൊരു കൂടിച്ചേരലിലാണ് പൊന്നരിവാൾ അമ്പിളിയിൽ എന്ന നാടകഗാനം പിറവിയെടുക്കുന്നത്. ആകാശത്തേക്ക് നോക്കിയപ്പോൾ കണ്ട ചന്ദ്രക്കരയിൽ നിന്ന് ആദ്യ വരികൾ പിറന്നു. പിന്നീട് നിങ്ങളെന്നെ കമ്മ്യൂണിസ്റ്റാക്കിയെന്ന നാടകത്തിന് വേണ്ടി ബാക്കി വരികൾ രചിച്ച് ഈണമിട്ടു. യൂണിവേഴ്സിറ്റി കോളേജിൽ പഠിക്കാൻ പോകുന്നതുവരെ ONVയുടെ ഊണും ഉറക്കവും എഴുത്തുമെല്ലാം ഇവിടെയായിരുന്നു. അന്ന് ഉപയോഗിച്ചിരുന്ന ചാരുകസേരയും പഴയ കട്ടിലും പുസ്തകങ്ങളുമൊക്കെ ഇപ്പോഴും സൂക്ഷിച്ചിരിക്കുന്നു. രാജ്കുമാർ, ന്യൂസ് ബ്യൂറോ, കൊല്ലം. UAE എക്സ്ചേഞ്ച് കൊച്ചി നഗരസഭയുടെ സഹകരണത്തോടെ ക്ലീൻ കൊച്ചി ക്യാമ്പയിനും മാരത്തണും സംഘടിപ്പിച്ചു. കോർപ്പറേഷൻ പരിസരത്തു നിന്നും ആരംഭിച്ച മാരത്തണിന് നടൻ ഫഗത് ഫാസിൽ, മേയർ സൗമിനി ജെയിൻ, ഡെപ്യൂട്ടി മേയർ TJ വിനോദ്, UAE എക്സ്ചേഞ്ച് MD ജോർജ് ആന്റണി തുടങ്ങിയവർ നേതൃത്വം നൽകി. മാരത്തണിന് ശേഷം പങ്കെടുത്തവർ സംഘങ്ങളായി തിരിഞ്ഞ് നഗരത്തിലെ വിവിധ കേന്ദ്രങ്ങൾ ശുചീകരിച്ചു. പ്രശസ്ത ഛായാഗ്രാഹകൻ ആനന്ദക്കുട്ടൻ അന്തരിച്ചു. 62 വയസ്സായിരുന്നു. കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം. സംസ്കാരം നാളെ രാവിലെ 10 മണിക്ക് രവിപുരം ശ്മശാനത്തിൽ നടക്കും. അർബുദബാധിതനായിരുന്ന ആനന്ദക്കുട്ടന് ഇന്ന് രാവിലെ ശ്വാസതടസ്സമുണ്ടായതിനെ തുടർന്നാണ് മരണം സംഭവിച്ചത്. മരണസമയത്ത് അടുത്ത ബന്ധുക്കളും ചലച്ചിത്ര പ്രവർത്തകരും ആശുപത്രിയിലുണ്ടായിരുന്നു. ആശുപത്രിയിൽ നിന്നും ഇളംകുളത്തുള്ള വീട്ടിൽ മൃതദേഹം പൊതുദർശനത്തിന് വെച്ചു. ആനന്ദക്കുട്ടൻ വിദ്യാർത്ഥിയായിരുന്ന കാലം തൊട്ടേ അടുത്ത് പരിചയമുണ്ടായിരുന്നുവെന്ന് സംവിധായകൻ സിബി മലയിൽ അനുസ്മരിച്ചു. മലയാള സിനിമയിലെ എന്നല്ല, ഒരുപക്ഷെ ഇന്ത്യൻ സിനിമയിലെ തന്നെ ഏറ്റവും അധികം സിനിമകൾക്ക് ക്യാമറ ചലിപ്പിച്ച ഛായാഗ്രഹനാണ്. 300-ലധികം ചിത്രങ്ങളാണ് അദ്ദേഹം ഈ കാലയളവിൽ ഛായാഗ്രഹണം നിർവഹിച്ചത്. പക്ഷേ ഗിന്നസ് റെക്കോർഡിൽ ഇടം പിടിക്കാൻ തക്ക വിധത്തിലുള്ള അത്രയും സിനിമകൾ ചെയ്ത ഒരു ഛായാഗ്രഹനെയാണ് നമുക്ക് നഷ്ടപ്പെട്ടത്. വ്യക്തിപരമായിട്ടും എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ഏറ്റവും അടുത്ത ചലച്ചിത്ര രംഗത്തെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളൊരാളാണ് ആനന്ദക്കുട്ടൻ. 1954 കൊച്ചിയിൽ ജനിച്ച ആനന്ദക്കുട്ടൻ പ്രാഥമിക വിദ്യാഭ്യാസത്തിന് ശേഷം ഛായാഗ്രഹണം പഠിക്കാൻ ചെന്നൈയിൽ പോയി. 1977 പുറത്തിറങ്ങിയ മനസ്സിൽ ഒരു മൈൽ എന്ന ചിത്രത്തിനാണ് ആനന്ദക്കുട്ടൻ ആദ്യമായി ക്യാമറ ചലിപ്പിച്ചത്. തുടർന്ന് അപ്പുണ്ണി, ഭരതം, സദയം, ഹിസൈനസ് അബ്ദുള്ള തുടങ്ങി 150ഓളം ഹിറ്റ് ചിത്രങ്ങളിൽ ക്യാമറാമാനായി പ്രവർത്തിച്ചിരുന്നു.
തമിഴ്നാട് സംസ്ഥാന അവാർഡ് ഉൾപ്പെടെ വിവിധ പുരസ്കാരങ്ങളും ലഭിച്ചിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, കൊച്ചി.